ഇനി പോകുന്നത് കയർ തൊഴിലാളികളുടെ അടുത്തേക്കാണ്. മരുന്നിന് പോലും പണമില്ലാതെ ദുരിതത്തിലാണ് കയർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളും. പെൻഷനും മറ്റാനുകൂല്യങ്ങളും മുടങ്ങിയിട്ട് മാസങ്ങളായി. വിദ്യാഭ്യാസ വിവാഹ ധനസഹായവും ചികിത്സാ സഹായവും അടക്കമുള്ള ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു. ഇനി എത്ര ദുരിതം കാണണം? ുമായുള്ള ശരത്, ഇപ്പോൾ കയർ തൊഴിലാളികളുടെ ദുരിതക്കാഴ്ച എങ്ങനെയാണ്? എത്ര കാലമായി ഇവർക്ക് പെൻഷൻ മുടങ്ങിയിട്ട്? സ്മൃതി, ഞാനിപ്പോൾ ആലപ്പുഴ കോമളപുരത്താണുള്ളത്. കോമളപുരത്തെ കയർ ഫാക്ടറിയിലാണ്. നമുക്കറിയാം, കയർ മേഖല എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ്. സമാനമായ രീതിയിൽ ഈ പെൻഷന്റെ പ്രതിസന്ധി കൂടി അവരെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് പെൻഷനും മറ്റാനുകൂല്യങ്ങളും പ്രതിസന്ധിയിലായിട്ട് മാസങ്ങളായി എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. 4 മാസത്തെ പെൻഷൻ ഇവർക്ക് കുടിശ്ശികയുണ്ട്. ഒപ്പം അംശാദായം ഉൾപ്പെടെയുള്ളവ കിട്ടാത്ത പ്രതിസന്ധി കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര മാസം പെൻഷനാണ് മുടങ്ങി? 4 മാസം പെൻഷൻ കിട്ടാറുണ്ട്. ഈ പെൻഷൻ കുടിശ്ശിക വരുന്നതൊക്കെ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുണ്ടോ? പിന്നെ പെൻഷൻ മുടങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ മരുന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഇപ്പം ഈ കയർ മേഖലയിൽ നിന്ന് വളരെയേറെ പ്രതിസന്ധിയാണ്. ഇപ്പം തന്നെ പോയെന്ന് പറയുന്ന രോഗങ്ങൾ തന്നെ വളരെ വന്നു കഴിഞ്ഞു. ക്ഷയരോഗം ഉള്ളവരുണ്ട്, മറ്റസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ നിരവധി പനികളുള്ളവർ. അങ്ങനെയൊക്കെ ഈ മേഖലയിൽ തന്നെ ഒന്നാമത് തൊഴിലില്ല. തൊഴിൽ മേഖല, ഈ കയർ മേഖല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം ആരും ഇല്ല ഈ കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ അല്ല ഈ പ്രസ്ഥാനത്തെ ഒന്നും നോക്കാനായിട്ട് ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ തന്നെയാണെങ്കിലും കൂലി വർധനവ് 58-48 കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല. തൊഴിലാളികൾക്ക് പല രീതിയിലുള്ള കൂലികളാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ പണിയില്ലാത്ത ഇതായി. അങ്ങനെ എല്ലാ വിധത്തിലും ഈ കയർ മേഖലയെ ആകപ്പാട് തകർന്നു നിൽക്കുന്ന ഒരു ഇവിടുത്തെ തൊഴിലാളികളെന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത്. പെൻഷൻ മുടങ്ങിയിട്ടും ഈ പ്രായത്തിലും പെൻഷൻ കുടിശ്ശിക വന്നതുകൊണ്ട് ഈ പ്രായത്തിലും ജോലിക്ക് വരേണ്ട സാഹചര്യമാണല്ലേ? സാഹചര്യമാണ്. വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ. അത് കാരണം ഇതിന് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്നതാണ്. ഇതിനൊക്കെ പൈസ എങ്ങനെ ഇപ്പം ഈ ജോലി കൊണ്ട് മാത്രമാണ്? എല്ലാത്തിനും ഈ പൈസ ഇവിടുന്ന് കിട്ടുന്നതാണ്. ഇവിടുന്ന് കിട്ടുന്ന ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്ന 1000-1200 രൂപയൊക്കെയാണ് സാധാരണ കൂലിയുള്ളത്. പക്ഷേ കയർ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ പകുതി കാശ് പോലും നമുക്ക് കിട്ടുകയില്ല. ശമ്പള വർധനമൊക്കെ നേരത്തെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ തീരുമാനിച്ചിരുന്നായിരുന്നു. എന്നാൽ തന്നെ ഈ അസംഘടിത മേഖലയാണ് ഒന്നാമത്തെ. ഇത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളി വർഗ്ഗമാണ്. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഏറ്റവും വില കുറഞ്ഞൊരു തൊഴിലാളി വർഗ്ഗമായിട്ട് എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിൽ തന്നെയും ഈ തൊഴിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൊണ്ട് യാതൊരുവിധ ഗുണകരമായ ഒരു കാര്യവും ചെയ്യാറില്ല. പിന്നെ വിദേശ നാണ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിദേശ നാണ്യം പരമ്പരാഗതമായ തൊഴിലുമാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദുരിതത്തിലാണ് കഴിയുന്നത്. ഇത് കൊണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ മരുന്ന് മേടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഈ പുള്ളിയെ പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ 2 പെൺമക്കളാണ്. മകനുണ്ടായത് മരിച്ചു. ഈ ആൾ ജോലി ചെയ്ത് ചെന്നിട്ട് വേണം ആ വീട് റെഡിയാക്കിയിട്ട്. എത്ര വയസ്സുണ്ടോ? പുള്ളിക്ക് ഒരു 76 വയസ്സിലാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് വളരെ പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ ഈ പ്രായത്തിൽ ജോലി വരുന്നതിന്റെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ വിശദീകരിക്കുന്നതിനപ്പുറമാണ്. കാരണം പെൻഷൻ മുടങ്ങുന്ന കുടിശ്ശിക വരുന്നു, മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഈ പ്രായത്തിൽ പോലും ജോലിക്ക് വരേണ്ട ഒരു സാഹചര്യം. മാത്രമല്ല ഈ ശമ്പളം പോലും മതിയായ രീതിയിൽ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും അംശാദായം അടച്ചവർക്കുള്ള പണം ഉൾപ്പെടെ ആ രീതിയിലുള്ള സാമ്പത്തിക സഹായം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുകൂടി അത്തരം ഫലങ്ങൾ കൂടി ലഭിക്കാനുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണ് ഈ പറയുന്ന തൊഴിലാളികളെല്ലാം അംഗത്വം എടുത്തിട്ടുള്ളൂ. അവിടെ അംശാദായം അടച്ചിട്ട് 60 വയസ്സ് കഴിയുമ്പോൾ ഈ അംശാദായം തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ വിദ്യാഭ്യാസ ധനസഹായം കൊടുക്കുന്നില്ല, മരണത്തിന്റെ ധനസഹായം കൊടുക്കുന്നില്ല, അതുപോലെ മക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ ഒരു ധനസഹായം ഉണ്ട്, അത് കൊടുക്കുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അങ്ങോട്ട് പൈസ മേടിക്കുക എന്നല്ലാതെ തിരിച്ചു കൊടുക്കുന്നതിന് യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്തൊരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓർഡറിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, കൂലിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളതാണ്. 2 വർഷം കൂടുമ്പോൾ ഇവരുടെ കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ശരി, അസംഘടിത തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ ആലപ്പുഴയിലെ ഒരു കയർ ഫാക്ടറിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ശരത് എസ് കാണുന്നത്. ഈ ദുരിത കാഴ്ച ഇനിയും അതിലെ കൂടുതൽ വിവരങ്ങളും കൂടുതൽ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും അറിയാനുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ ആയിരങ്ങളാണ് ഉള്ളത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ആദ്യം